എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 319ാമത്തെ വീഡിയോ ആണ്. ഇതിൽ ബുക്ക് റിവ്യൂ സംബന്ധിച്ചവരെ 24ാമത്തെ വീഡിയോ ആണ്. ഇതിലും നമ്മൾ 13ാമത്തെ ചാപ്റ്റർ തന്നെയാണ് തുടരുന്നത്. എന്താണെന്ന് വെച്ചാൽ 13ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എക്സ്ട്രോഡിനറി മെസ്സേജസിനെ കുറിച്ചാണ്. അതായത് സൈക്കിക്, മീഡിയംസ് ഇവരെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അത് ഒരു വലിയ ചാപ്റ്ററാണ്. അപ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പം ഓരോ ആളിനെക്കുറിച്ച് ഒരു വീഡിയോ ആയിട്ടിട്ടാൽ നിങ്ങൾക്ക് കേൾക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഇദ്ദേഹം, അതായത് നമ്മുടെ ഡോക്ടർ ബ്രെയിൻവൈസ് ബ്രസീൽ എന്നുള്ള ഒരു സ്ഥലത്ത് പോയി. ബ്രസീൽ എന്ന് പറയുന്നത് സ്പിരിച്വലി പ്രോഗ്രസ്ഡ് കൺട്രി എന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രസീലിനെ കുറിച്ച് എനിക്ക് ഒരുപാടൊന്നും അറിഞ്ഞൂടാ. കൊച്ചുനാളിലെങ്ങാണ്ട് ജോഗ്രഫിയിൽ പഠിച്ച ഓർമ്മയേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം അവിടെ പോയി കണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എഴുതിയിരിക്കുന്നത് ബുക്കിൽ. അതായത് ബ്രസീൽ ഇസ് എ സ്പിരിച്വലി പ്രോഗ്രസ്ഡ് കൺട്രി. അതായത് അതിനകത്ത് ഒരുപാട് പേര് എൻലൈറ്റൻഡായ മഹാന്കൾ താമസിക്കുന്ന കൺട്രിയാണ് അത്. അതുമാത്രമല്ല, അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ടാലൻസ് ആണ്. അവരെല്ലാം സ്പിരിച്വൽ ബീയിങ്സ് ആണ്. അതായത് ആത്മീയതയിൽ ഒരുപാട് മുന്നേറിയവരാണ്. അതായത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നവരാണ് എന്നൊക്കെയാണ് ഡോക്ടർ വെയ്സ് അവകാശപ്പെടുന്നത്. അപ്പം അവിടെ ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്നെയാണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ്. അവർ മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു മീഡിയം, അവരുടെ പേര് സിലിയ. ആ സിലിയയുടെ മീറ്റിങ്ങിൽ ഇദ്ദേഹം പങ്കെടുക്കാനായിട്ട് ഒരു സന്ദർഭം കിട്ടി. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാനും പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ സീലിയ എന്ന് പറഞ്ഞ ഒരു മീഡിയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് വിളിച്ചുകൊണ്ട് പോയത്. അപ്പം അവർക്ക് ഡോക്ടർ വെയ്സിനെ കുറിച്ചോ ഇദ്ദേഹത്തിൻ്റെ ബുക്കിനെ കുറിച്ചോ, ഇദ്ദേഹത്തിൻ്റെ ഹിപ്നോതെറപ്പിസ്റ്റാണ്, സൈക്കോ തെറപ്പിസ്റ്റാണ്, ഒന്നും അറിഞ്ഞൂടാ. അപ്പം ഡോക്ടർ വെയ്സിൻ്റെ ഫ്രണ്ടാണ് ഈ സ്ഥലത്ത് വിളിച്ചുകൊണ്ട് പോയത്. വിളിച്ചുകൊണ്ട് പോയപ്പം അവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. അവർ പോർച്ചുഗീസ് എന്ന് പറയുന്ന ഭാഷയാണ് സംസാരിക്കുന്നത്. അവർക്ക് ഇംഗ്ലീഷേ അറിഞ്ഞൂടാ. ഓക്കെ, അപ്പം ഇത് ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് മീറ്റിങ്ങിൽ ഏകദേശം 800 പേരുണ്ടായിരുന്നു. അപ്പം സീലിയയുടെ മീറ്റിംഗ് എന്ന് പറയുമ്പം അത്രയും പേര് ആൾക്കാർ വരുന്നു. അപ്പം അവരെല്ലാം വന്നു, മീറ്റിംഗ് തുടങ്ങി. എല്ലാവരും അവരുടെ പേരൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ ഈ സീലിയ എല്ലാ പേരും കയ്യിൽ വാങ്ങിച്ചു. പേപ്പർ തുണ്ടിൽ എഴുതി കൊടുക്കുവാണ്. എല്ലാം വായിച്ചിട്ട് എല്ലാം കൂടെ ചുരുട്ടി അവിടെ ഇട്ടിട്ട് അവർ പേരുകൾ വിളിക്കാൻ തുടങ്ങി. പേരുകൾ വിളിക്കുന്നതെല്ലാം മരിച്ചുപോയവരുടെ പേരാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ മരിച്ചുപോയവരുടെ ബന്ധുക്കളാണ് അവിടെ വന്നിരിക്കുന്നത്. മരിച്ചുപോയവരുടെ അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇവരൊക്കെയാണ് ഈ സീലിയ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളത് കേൾക്കാനുള്ള ആകാംക്ഷയിലാണ് അവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. 800 പേര് വന്നതും ഇതേ പർപ്പസിനാണ്, ഒരേ ചിന്തയിലാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം ഇവരെന്തോ ചെയ്യുന്നോ, മരിച്ചവരുടെ പേര് വിളിക്കും. അപ്പം മരിച്ചവരുടെ മരിച്ച ആളിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സ്റ്റേജിൽ പോകുമ്പോഴത്തേക്ക് ഈ സീലിയ എന്ന് പറഞ്ഞ മീഡിയമായിട്ട് പ്രവർത്തിക്കുന്ന ആ സ്ത്രീ, അവരുടെ സൈസൊക്കെ പറഞ്ഞിട്ടുണ്ട്. 5 അടി പൊക്കം പോലും ഇല്ല, വളരെ ഷോർട്ടാണ്. 10-75 വയസ്സുണ്ട്. അവർക്ക് ആസ്മ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇൻഹേലറൊക്കെ വെച്ചുകൊണ്ടാണ് അവർ ഇത് നടത്തുന്നത്. എന്നാലും അവരുടെ കൂട്ട് ഫാസ്റ്റായിട്ട്, അവരുടെ കൂട്ട് എല്ലാം പറയാനുള്ള കഴിവ് ഞാൻ അപൂർവമായിട്ടാണ് ആൾക്കാരുടെ അടുത്ത് കണ്ടിരിക്കുന്നതെന്ന് ഡോക്ടർ ബ്രെയിൻവൈസ് തന്നെ എഴുതിയിരിക്കുന്നു. ഓക്കെ, ഐ ഹാവ് റെയർലി സീൻ എനിവൺ വർക്ക് ആസ് റാപ്പിഡ്ലി ആസ് സീലിയ. ആസ് റാപ്പിഡ്ലി ആസ് ഫാസ്റ്റ്, പടപടയെന്നാണ് ഇവർ പേരൊക്കെ വിളിക്കുന്നത്.
അപ്പോൾ ആൾക്കാരിങ്ങനെ റെഡിയായിട്ടിരിക്കും. അവരുടെ ബന്ധത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുള്ളവരുടെ പേരാണെങ്കിൽ പെട്ടെന്ന് അവർ കുടുംബത്തോടെയോ ആരാര് വന്നിരിക്കുന്നോ അവരെല്ലാം കൂടെ സ്റ്റേജിൽ പോകും. അങ്ങനെയാണ് അവിടെ നടത്തുന്നത്, ആ മീറ്റിംഗ് നടത്തുന്നത്. അപ്പം ഡോക്ടർ വെയ്സ് അവിടെ ഓഡിറ്റോറിയത്തിൽ ഒരു ഓഡിയൻസിൽ ഒരാളായിട്ട് മിണ്ടാതെ ഇരുന്ന് കാണുക. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, എന്തുവാ ഈ സീലിയ എന്ന് പറഞ്ഞ് മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്ന അവർ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ക്യൂരിയോസിറ്റി, അത് കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് അദ്ദേഹവും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവർ ആദ്യം ഒരു കാർ ആക്സിഡൻറ്റിനെ കുറിച്ച് പറയുന്നു. കാർ ആക്സിഡൻറ്റിൽ മരിച്ച ആളിൻ്റെ പേര് വിളിച്ചു കൂവി പറയുന്നു. അപ്പോഴത്തേക്ക് ആ മരിച്ച ആളിൻ്റെ അമ്മയും അച്ഛനുമൊക്കെ അവിടെ സ്റ്റേജിൽ കയറി പോന്നു. അമ്മയും അച്ഛനും പെങ്ങളുമാണ് ആ സ്റ്റേജിൽ കയറി പോയത്. അപ്പം ഉടനെ അവർ പറയും, ഈ ഓട്ടോമൊബൈലിൻ്റെ ആക്സിഡൻറ്റ്, കാർ ആക്സിഡൻറ്റ് നടന്ന സംഗതികളെല്ലാം വിവരിച്ച് പറയുന്നു. അത്രയും വിവരിച്ച് പറഞ്ഞാൽ മാത്രമേ പോയിട്ടുള്ളവർക്ക് ഒരു വിശ്വാസം വരത്തുള്ളൂ. ചുമ്മാ ഒരു കാർ ആക്സിഡൻറ്റിൽ നിങ്ങളുടെ മോൻ മരിച്ചല്ലോ എന്ന് പറയുന്നതല്ല. എങ്ങനെ കാർ ആക്സിഡൻ്റ് ആയത്, എവിടെ വെച്ചായി, എത്ര പേര് മരിച്ചു, എന്തുകൊണ്ടാണെന്നൊക്കെ ഡീറ്റെയിലായിട്ട് വിവരിച്ച് പറയുന്നതുകൊണ്ട് പോകുന്നവർക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്, സമാധാനമാണ്. ഇവർ പറയുന്നതെല്ലാം സത്യമാണ് എന്നാണ്. അപ്പം ഇവർക്ക് എവിടുന്നാണ് അറിയുന്നത്? അതാണ് ഡോക്ടർ വെയ്സിൻ്റെയും നമ്മുടെയും ചോദ്യം. അതാണ് അവരെ ഇങ്ങനെ പ്രവർത്തിക്കുന്നവരൊക്കെയാണ് സൈക്കിക് എബിലിറ്റീസ് ഉള്ളവർ, മീഡിയംസ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു മീഡിയമായിട്ട് ഒരു ഇടത്തരകൻ്റെ കൂട്ട് ഇവർ പ്രവർത്തിക്കുന്നു. അതായത് ഇവർക്ക് മാസ്റ്റേഴ്സാണ് പറഞ്ഞു കൊടുക്കുന്നത്. 5D വേൾഡിൽ 6D വേൾഡിലുള്ള മാസ്റ്റേഴ്സാണ് ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇവർക്ക് പടപടേന്ന് ഡൗൺലോഡ് ആകുന്നു. ആകാശിക് റെക്കോർഡിൽ നിന്നൊക്കെ പടപടേന്ന് ഡൗൺലോഡ് ആകുന്നു. അത് എവരും അതേ സ്പീഡിൽ അങ്ങ് പറയുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് അവിടെ സംഭവങ്ങൾ നടക്കുന്നത്. അതിൽ 1-2 കാര്യങ്ങളാണ് ഡോക്ടർ വെയ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ. അതാണ് ഞാനും അങ്ങോട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചെയ്തോ. അപ്പം പറയുക, നിങ്ങളുടെ മോനല്ലേ മരിച്ചത് കാർ ആക്സിഡൻറ്റിൽ. മോൻ പറയുന്നു, ഡോണ്ട് വറി, ഐ ആം ഹാപ്പി. ഞാനും ഒരു സ്പിരിറ്റായിട്ട് ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് ഒന്നും വിഷമിക്കണ്ട. ഐ ആം സെൻഡിങ് ലവ് ടു യു. അതായത് മോൻ പറഞ്ഞെന്ന്, ഞാൻ അവരെല്ലാം സ്നേഹിക്കുന്നു, ഞാനിവിടെ സേഫാണ്, ഞാനിവിടെ സ്പിരിറ്റ് വേൾഡിലാണ് ഉള്ളത് എന്ന് അവർക്ക് പറയണം എന്ന് പറയുന്നു. ശരി, ഡു നോട്ട്. പിന്നെ വേറെയും 2 പേരുടെ പേര് പറയുന്നു. വേറെയും 2 പേര് ഇതേ ആക്സിഡൻറ്റിൽ അതേ കാറിനകത്ത് ഇരുന്ന് മരിച്ചവരുടെ 2 പേരുടെ പേര് പറയുന്നു. ആ 2 പേരുടെ കുടുംബ അംഗങ്ങളും അവിടെ വന്നിട്ടുണ്ട്. അതിലൊരു ഭാര്യയും ഭർത്താവും ഉണ്ട്. ഒരാളിൻ്റെ, ഇനി ഒരാളിൻ്റെ വേറെ ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ശരിക്കും വയസ്സായവരാണ്. അവരുടെ മുഖത്തിലെ ആ ദുഃഖം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ 2 പേരും കൂടെ മേളിൽ കയറി സ്റ്റേജിൽ കയറി പോന്നു. സ്റ്റേജിൽ കയറി പോയപ്പോഴത്തേക്ക് ഭർത്താവ് ഇങ്ങനെ പുറയിൽ മാറി നിൽക്കുന്നു, ഭാര്യ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോൾ ഇവരാകെ ഒരു പൊക്കം കുറഞ്ഞ ഒരു സ്ത്രീയാണ്. അവർ സ്റ്റേജിലിരിക്കുന്നു, ഇവരുടെ തല മാത്രമേ കാണുന്നുള്ളൂ. അത്രയ്ക്ക് ലോ ലെവലിലാണ് അവർ ഇരിക്കുന്നത് സ്റ്റേജിൽ. അപ്പം പറയുന്നു, ഡോണ്ട് ഫീൽ ഗിൽറ്റി, നിങ്ങൾക്ക് കുറ്റബോധം വേണ്ട. ദേ ആർ ഓൾ വെൽ നൗ. ദേ ആർ ഓൾ വെൽ. ദേ എന്ന് വെച്ചാൽ ഇവിടെ 3 പേരെയാണ് കുറിക്കുന്നത്. അതായത് 3 ആൺപിള്ളേർ ഒരു കാറിൽ പോയപ്പം ഒരു ആക്സിഡൻ്റായി 3 പേരും അവിടെ തന്നെ മരിച്ചു. ആ 3 പേരുടെ കുടുംബാംഗങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ ഇപ്പം കയറി വന്ന ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് അവരുടെ മോനാണ് കാർ ഓടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ആ അമ്മയ്ക്ക് ഭയങ്കര ഒരു കുറ്റബോധം. എൻ്റെ മോൻ ഓടിച്ച കാറ്, അവൻ്റെ കയ്യിലുള്ള തെറ്റുകൊണ്ടാണ് ഈ ആക്സിഡൻ്റ് ആയത്. അതിലാണ് എൻ്റെ മോൻ മരിച്ചു, എൻ്റെ മോൻ്റെ കൂടെ പോയ 2 വേറെ ആൺപിള്ളേരും മരിക്കാൻ ഇട വന്നു. അങ്ങനെ ഇവർക്ക് ഭയങ്കര ഒരു കുറ്റബോധം. അപ്പം ആ മോൻ പറയുന്നത്, നിങ്ങളിങ്ങനെ ഗിൽറ്റി ആയിട്ട്, അതായത് കുറ്റബോധം നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ 3 പേരും ഇവിടെ ഹാപ്പിയാണ്. ഞങ്ങളുടെ ഈ സ്പിരിറ്റ് വേൾഡിൽ ഞങ്ങൾ 3 പേരും ഒന്നിച്ചുണ്ട്, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് എന്ന് പറയുന്നു. പിന്നെ പുറയിലിരുന്ന ഹസ്ബൻഡിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി, ഇനി വരൂ എന്ന് ചോദിച്ചിട്ട്, നിങ്ങളൊരു എൻജിനീയറാണോ? അതെ.
അങ്ങനെ അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങ് പൊട്ടിക്കരയുന്ന രീതിയിലായി. അപ്പം നിങ്ങളുടെ മോൻ പറയുന്നത് എന്തുവാണോ, ഈ കാർപ്പറ്റിനെ കുറിച്ച് നിങ്ങൾ ഇനിമേൽ ആർഗ്യൂ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതൊക്കെ വേസ്റ്റാണ്, ഇനി അതിന് പ്രാധാന്യമില്ല എന്നാണ് നിങ്ങളുടെ മോൻ പറയുന്നത്. അപ്പോഴത്തേക്ക് ഭാര്യയും ഭർത്താവിനും ഭയങ്കര ഒരു ഫീലിംഗ് ആയിപ്പോയി. അവർ രണ്ടുപേരും കൂടെ അവിടെ തന്നെ സ്റ്റേജിൽ തന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഈ കാർപ്പറ്റിനെ കുറിച്ച് നിങ്ങൾ ഇനി ആ ചർച്ച ചെയ്യരുതെന്ന് മോൻ പറഞ്ഞതിൻ്റെ കാരണം, ഈ ഭാര്യയും ഭർത്താവിനും ഇടയിൽ ഈ കാർപ്പറ്റിനെ കുറിച്ച്, വീട്ടിൽ കിടക്കുന്ന ഒരു കാർപ്പറ്റിനെ കുറിച്ച് എപ്പോഴും അവർ തമ്മിൽ വഴക്കുണ്ടാകും. അതായത് അമ്മ, ഈ മരിച്ചുപോയ പയ്യൻ്റെ അമ്മ വളരെ ഇഷ്ടപ്പെട്ട് ഒരു കാർപ്പറ്റ് വാങ്ങിച്ചിട്ടു. അപ്പം അതിൽ ഉള്ള പൊടി കൊണ്ടാണ് എൻ്റെ മോന് അലർജി ഉണ്ടായത്, അതുകൊണ്ടാണ് എൻ്റെ മോന് ആസ്മാറ്റിക് അറ്റാക്ക് വരുന്നത്, അങ്ങനെയാണ് എൻ്റെ മോന് ദേഹം വീക്കായത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറ്റപ്പെടുത്തൽ. ഞാൻ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലും നടക്കുന്നതാണ്. ഞാൻ എന്ത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയും. അങ്ങനെ ഇങ്ങനെ ആർഗ്യുമെൻറ്റ്. അപ്പം അതിനെക്കുറിച്ചാണ് മോൻ പറഞ്ഞത്. നിങ്ങൾ ഇനി ആ കാർപ്പറ്റിനെ കുറിച്ച് ആർഗ്യൂ ചെയ്യരുത് എന്ന് പറഞ്ഞു നിങ്ങളുടെ മോനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങനെ നെഞ്ചി തട്ടി പറഞ്ഞ പോലെയായി. അവർ അവിടുന്ന് തന്നെ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പം 3 പേരും കാർ ആക്സിഡൻറ്റിൽ മരിച്ചാലും അവർ സ്പിരിറ്റ് വേൾഡിൽ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള സന്ദേശമാണ് ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഓക്കെ. രണ്ടാമത് ഇനിയൊരു കാര്യം എന്തുവാന്ന് വെച്ചാൽ, ഒരാൾ 3 ആഴ്ചയ്ക്ക് മുന്നേ ആരോ അയാളെ തോക്കിൽ വെടിവെച്ച് കൊന്നു. ഓക്കെ, വെടിവെച്ച് കൊന്നു. അപ്പോൾ ആ മരിച്ച ആളിൻ്റെ ഭാര്യയും 2 ആമക്കളും, അതായത് 2 മക്കളും ഡോക്ടേഴ്സാണ്. ആ 2 മക്കളും കൂടെ വന്നിരുന്നു. ഡോക്ടറായ എന്താ, എൻജിനീയറായ എന്താ, സയൻറ്റിസ്റ്റായ എന്താ. ബന്ധങ്ങളെന്ന് പറയുമ്പം നമ്മളെല്ലാം സാധാരണപ്പെട്ട മനുഷ്യരാണ്. നമ്മളുടെ ജോലി വേണമെങ്കിൽ വലിയ സയൻറ്റിസ്റ്റ് ആകാം, വലിയ മിനിസ്റ്റർ ആവാം, വലിയ ആളാകാം. പക്ഷേ ബേസിക്കലി നമുക്കെല്ലാം ഇമോഷൻസ് എന്ന് നോക്കുമ്പം നമ്മളെല്ലാം ഒരുപോലെയാണ്. അപ്പം ആ വെടിവെച്ച് കൊല്ലപ്പെട്ട ആളിൻ്റെ ഭാര്യയും 2 ആമക്കളും കൂടെയാണ് അവിടെ വന്നത്. ഓക്കെ, അങ്ങനെ അവിടെ പറയുമ്പം ഇപ്പോൾ ഇവരുണ്ടല്ലോ ഒരുപാട് ടെക്നിക്കൽ ടേംസൊക്കെ പറയുന്നു. ടെക്നിക്കൽ ടേംസ് എന്ന് വെച്ചാൽ ഇവർ വലിയ പഠിത്തം പഠിച്ചവരുടെ പോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നു. ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അവർ പറയുക, ദ ഡെഡ് മാൻ കൺവേയ്ഡ് ഹിസ് ലവ് ഫോർ ഹിസ് ഫാമിലി. അപ്പോൾ ഈ 3 ആഴ്ചയ്ക്ക് മുന്നേ മരിച്ചില്ലയോ അയാൾ, ഐ ലവ് യു, നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രയാസപ്പെടണ്ട എന്നാണ് പറയുന്നത് എന്നാണ് ഈ മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്ന ഈ സീലിയ എന്ന് പറഞ്ഞ സ്ത്രീ പറയുന്നത്. അതുമാത്രമല്ല, വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു പാഠമാണ്. അതായത് അങ്ങേര് മരിച്ച ആൾ പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുഃഖിക്കുന്നു, നിങ്ങളിനി എനിക്ക് വേണ്ടി ദുഃഖിക്കണ്ട. അത് മാത്രമല്ല, എന്നെ വെടിവെച്ച് കൊന്നില്ലയോ അവൻ്റെ പുറത്തും നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ആ ദേഷ്യത്തിനെ നിങ്ങൾ മാറ്റണം. ലെറ്റ് ഗോ ഓഫ് യുവർ ആങ്കർ. അതായത് നിങ്ങളുടെ മനസ്സിൽ അവനെക്കുറിച്ച് ഭയങ്കര ദേഷ്യമുണ്ട്. അവൻ കാരണമല്ലേ ഞാൻ മരിച്ചേ എന്നുള്ള ദേഷ്യമാണ് നിങ്ങൾക്ക്. ലെറ്റ് ഗോ ഓഫ് യുവർ ആങ്കർ. അവനെക്കുറിച്ചുള്ള ദേഷ്യം നിങ്ങൾ മാറ്റണം. അവനെ നിങ്ങൾ സിമ്പത്തൈസ് ചെയ്യണം. അവനെ നിങ്ങൾ സിമ്പത്തൈസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം, അവൻ്റെ ആത്മാവ് വലിയ വളർച്ചയടയാത്ത ഒരു ആത്മാവാണ്, ഇൻഫൻറ്റ് സോളാണ്. അവന് വിവരമില്ല. അങ്ങനെയാണ് അവൻ എന്നെ കൊന്നത്. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പുറമേ അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹീ നീഡ്സ് യുവർ പ്രേയേഴ്സ്. അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നുവെച്ചാൽ അവന് അത്രയ്ക്ക് അറിവില്ല. അന്നും കൂടെ അവിടെ ഈ സീലിയ എന്നുള്ള മീഡിയം മുഖാന്തരം ആ വെടിവെച്ച് കൊല്ലപ്പെട്ട ആൾ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഇതാണ് മീഡിയമിൻ്റെ ജോലി. അങ്ങനെ ഒരു 60-70 റീഡിങ്സ് അവർ ചെയ്തു. റീഡിങ്സ് എന്ന് വെച്ചാൽ 60-70 കേസ് സ്റ്റഡീസ് അവർ നടത്തി. ഒറ്റയടിക്ക് ഫാസ്റ്റായിട്ട്.
മരിച്ചവരുടെ ആളിൻ്റെ പേര് പറയും. ഉടനെ അവരുടെ കുടുംബം എല്ലാം ഓടും, സ്റ്റേജിൽ കയറും. ഇവർ പടപടയെന്ന് എല്ലാ കാര്യങ്ങളും പറയും. അവരെല്ലാം സാറ്റിസ്ഫൈഡാണ്. പിന്നെ മരിച്ചവരുടെ ഓരോരുത്തരുടെയും സന്ദേശം കേൾക്കുമ്പോഴത്തേക്ക് ഇവർക്ക് തൃപ്തിയാണ്. ശരി എന്ന് പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെ കുറേ 10-70 കേസ് സ്റ്റഡി നടത്തി പിന്നീട് ഇവരൊരു ബ്രേക്കിന് വേണ്ടി അവരൊരു റൂമിനകത്ത് പോയി. അപ്പം ഈ ഡോക്ടർ വെയ്സിനെ കൊണ്ടുപോയ ആൾ ഡോക്ടർ വെയ്സിനെ അവരെ കാണാൻ വേണ്ടി സ്പെഷ്യലായിട്ട് പെർമിഷൻ വാങ്ങിച്ച് അകത്ത് പോയിട്ട് ഹീ ഈസ് എ വെരി ഫേമസ് ഡോക്ടർ ഫ്രം അമേരിക്ക. ബ്രേസിലല്ലേ ഇത് നടക്കുന്നത്. അപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ ഫേമസ് സൈക്കോ തെറപ്പിസ്റ്റാണ്, ഹിപ്നോ തെറപ്പിസ്റ്റാണ് ഇദ്ദേഹം. ഒരുപാട് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്നുള്ള ബുക്ക് എഴുതിയിട്ടുണ്ട്. അത് ഓൾ ഓവർ ദ വേൾഡ് മില്യൺസ് കോപ്പീസ് വിറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഒരുപാട് ഈ മാസ്റ്റേഴ്സൊക്കെ മെസ്സേജസ് കൊടുക്കുന്നുണ്ട് മെഡിറ്റേഷൻ സമയത്ത്. ഹിപ്നോ തെറപ്പി ചെയ്യുമ്പോൾ അവരവരുടെ ഇദ്ദേഹത്തിൻ്റെ പേഷ്യൻസ് മുഖാന്തരം ഇദ്ദേഹത്തിന് ഒരുപാട് അറിവ് കിട്ടുന്നുണ്ട്. അതെല്ലാമാണ് ബുക്കിൽ എഴുതുന്നത്. അങ്ങനെ ഒരു ചുരുക്കത്തിൽ ഇദ്ദേഹത്തിനേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തു കൊടുത്തു. അവരും ഇങ്ങനെ നോക്കി, ഡോക്ടർ വെയ്സിനെ നോക്കിയിട്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ്, നിങ്ങൾ ഇനിയും വേൾഡ് ഫേമസ് ആകും, നിങ്ങളുടെ ബുക്സ് മുഖാന്തരം ഒരുപാട് പേര് പ്രയോജനപ്പെടും, നിങ്ങൾ എഴുതിക്കോ എന്ന് മാത്രം അവർ പറഞ്ഞു. അതുമാത്രമല്ല, ഇവർ രണ്ടുപേരും പറഞ്ഞത് അൺകണ്ടീഷണൽ ലവ് മാത്രമേ എവിടെയും വിജയിക്കത്തുള്ളൂ. അൺകണ്ടീഷണൽ ലവ് എന്ന് വെച്ചാൽ നീ എനിക്കിത് താ, ഞാൻ നിനക്കത് തരാം എന്നുള്ളത് കണ്ടീഷണൽ ലവ്. അതല്ല അൺകണ്ടീഷണൽ ലവ്. നീ എന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും, നീ എന്നെ വെറുത്താലും, നീ എന്നെ അടിച്ചാലും ഒതുക്കിയാലും ഞാൻ നിന്നെ സ്നേഹിക്കും എന്നുള്ള അൺകണ്ടീഷണൽ ലവ്. ഈ അൺകണ്ടീഷണൽ ലവ് പൊതുവേ നമ്മൾ കാണുന്നത് അമ്മമാരുടെ അടുത്താണ്. അമ്മയുടെ ഗുണങ്ങളിൽ ഒന്നാണ് ഈ അൺകണ്ടീഷണൽ ലവ്. അതായത് കൊച്ചിലെ എല്ലാ അമ്മമാരും മക്കളെ ലാളിച്ച് വളർത്തുന്നു, വലിയവനാകണം, അങ്ങനെയാകണം, ഇങ്ങനെയാകണം എന്നൊക്കെ ചെയ്യുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് അമ്മമാരും അച്ഛന്മാരും കുഞ്ഞുങ്ങളെ വളർത്തുന്നു, പഠിപ്പിക്കുന്നു, കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഇന്ത്യയിലൊക്കെ അങ്ങനെയാണല്ലോ. ഫോറിൻ കൺട്രീസിലൊക്കെ 16 വയസ്സായ വീട്ടിൽ നിന്ന് അവർ വെളിയിൽ ഇറങ്ങി പോകണം. അവർ പോയില്ലെങ്കിലാണ് മോശം. പിള്ളേർ തന്നെത്താനെ വെളിയിലിറങ്ങി പോകണം. അതിന് ബാക്കിയുള്ള പഠിത്തമെല്ലാം അവരെ ചെയ്യണം. അവർ ജോലി നോക്കണം, അവർ കാശുണ്ടാക്കണം. പിന്നെ അവരുടെ ബോയ് ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സ് എന്നായി അവരുടെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യണം. എല്ലാം സ്വയം ചെയ്യണമെന്നാണ് ഫോറിൻ കൺട്രീസിലെ വെപ്പ്. ഇപ്പോഴും അവരതാണ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മുടെ നാട്ടിലല്ല, 30 വയസ്സായാലും 40 വയസ്സായാലും നിനക്ക് പെണ്ണ് നോക്കണോടാ, അത് ചെയ്യണോടാ, ഇത് ചെയ്യണോടാ എന്ന് നമ്മളാണ് പുറയുന്ന വന്ന് എല്ലാം ചെയ്ത് നമ്മൾ ഒരുവിധം അവരെ ലൈഫിൽ സെറ്റിലാക്കി വെച്ചേ പിന്നീട് എന്തുവാ സംഭവിക്കുന്നത്? ഈ മോനാണെങ്കിലും ശരി, വന്ന് പെൺമക്കളാണെങ്കിലും ശരി, അമ്മയും അച്ഛനെയും തിരിഞ്ഞു നോക്കാറില്ല. അവർക്ക് നല്ല ഒരു ജീവിതം കിട്ടിയോ, നല്ല പണം ഉണ്ടാക്കുന്നുണ്ടോ, അവരായി, അവരുടെ ഭാര്യയായി, കൊച്ചായി, അവരുടെ കുടുംബം. അമ്മയും അച്ഛനെ തിരിഞ്ഞു നോക്കാത്ത എത്രയോ ആൺപിള്ളേരുണ്ട് ഇപ്പം ഈ ഭൂമിയിൽ ഇപ്പം ജീവിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ആ അമ്മയടുത്ത് നമ്മൾ പോയി ആ മോനെ കുറിച്ച് ഒരു വാക്ക് കുറ്റം പറയണം? അല്ലല്ലല്ല, അവൻ നല്ലവനാ, അവൻ്റെ ഭാര്യയുടെ കൺട്രോളിലായിപ്പോയി, അതുകൊണ്ടാണ്. അതൊന്നും ഒരു കാരണമല്ല. എന്നാലും ആ അമ്മയ്ക്ക് എൻ്റെ മോൻ മോശമാണെന്ന് വേറെ ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ സഹിക്കത്തില്ല. ഇപ്പോഴും ആ അമ്മ ആ മോന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവൻ നന്നായിരിക്കട്ടെ, അവൻ എവിടെയോ ഇരിക്കട്ടെ, എനിക്ക് 5 പൈസ തന്നില്ലെങ്കിലും സാരമില്ല, അവൻ അവിടെ സന്തോഷമായിട്ടിരിക്കട്ടെ, ആരോഗ്യമായിട്ടിരിക്കട്ടെ, നന്നായിരിക്കട്ടെ. ഇതിൻ്റെ പേരാണ് അൺകണ്ടീഷണൽ ലവ്. ഓക്കെ. അപ്പം ഇവർ രണ്ടുപേരും സീലിയയും ഡോക്ടർ വെയ്സും ഒരു 10 നിമിഷം ആ ബ്രേക്കിൻ്റെ സമയത്താണ് സംസാരിച്ചത്. ശരിയാണ് സർ, അൺകണ്ടീഷണൽ ലവ് മാത്രമേ ഈ ലോകത്ത് വിജയിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് പോയി. പിന്നെ suddenly and without any real change in her voice or tone, she started giving me messages. ഉടനെ ഇദ്ദേഹത്തിനെ കണ്ട ഉടനെ ആ സീലിയ ഡോക്ടർ വെയ്സിന് ചില മെസ്സേജസ് കൊടുക്കുന്നു.
വലിയ ടോണിലൊന്നും വലിയ വ്യത്യാസമില്ല, സാധാരണമായിട്ട് സംസാരിക്കുന്ന മാതിരി. നിങ്ങളുടെ ആഡം മോനില്ലയോ, ആദ്യം മരിച്ച ആദ്യത്തെ മോനില്ലയോ, ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊണ്ടുവന്ന് തെറ്റായിട്ടുള്ള ആർട്ടറിയും വെയിനും മാറിയ കൊണ്ട് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ട് പോലും ആ കൊച്ചിനെ ജീവിപ്പിക്കാൻ പറ്റിയില്ല, രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഓക്കെ, അങ്ങനത്തെ ഫസ്റ്റ് മോന് മരിച്ചു. പിന്നെയാണ് ജോർഡൻ എന്നൊരു മോനുണ്ടായത്, മൂന്നാമത്തെയാണ് ആമി എന്നൊരു മോളുണ്ടായത്. ഓക്കെ, ഇപ്പം രണ്ടാമത്തെയും മൂന്നാമത്തെയും മക്കളാണ് ഇവരുടെ കൂടെ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ആഡം എന്നുള്ള, അപ്പോൾ ഈ സീലിയ പറയുക, നിങ്ങളുടെ മോൻ ആഡം, ഹീ ഈസ് ലവ് ടു യു. നിങ്ങളുടെ മോൻ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, സുരക്ഷിതമായിട്ട് വെക്കുന്നുണ്ട്. അവൻ്റെ ബ്രദർ ജോർഡനെയും സിസ്റ്റർ ആമിയെയും കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് അതുമാത്രമല്ല, ഇപ്പോൾ അവൻ പറയുന്നത്, ഇപ്പോൾ അവൻ്റെ ഹാർട്ട് നേരെയായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? അവൻ വേറൊരു ജന്മം എടുത്തു. ഇപ്പോൾ അവൻ നേരെ നല്ല ഒരു ഹാർട്ടോടു കൂടി വേറെ ഒരു ജന്മം എടുത്തിരിക്കുന്നു. എന്നാലും ഈ സീലിയ എന്നുള്ള മീഡിയത്തിന് മുഖാന്തരം ആഡം എന്ന് പറയുന്ന ആ മൂത്ത മോന് സന്ദേശം കൊടുക്കുന്നു. ആർക്ക്? ഡോക്ടർ വെയ്സിന്. ഡോണ്ട് വറി, ഇപ്പം എൻ്റെ ഹാർട്ട് നേരെയായി. പക്ഷേ അപ്പം എൻ്റെ ഹാർട്ട് നേരെയല്ലാത്ത രീതിയിൽ, തെറ്റായിട്ടുള്ള രീതിയിൽ ഉണ്ടാകാനും ഞാൻ അത്രയും എളുപ്പം മരിക്കാനും ഇടവന്നതിന് അർത്ഥമുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു കൺഫ്യൂഷനൊക്കെ ആയിരുന്നു. അതായത് സൈക്യാട്രിസ്റ്റിൽ തന്നെ പോകണോ, ഹിപ്നോതെറപ്പിസ്റ്റായിട്ട് മാറണോ, അതോ വേറെ ഏതെങ്കിലും ജോലിയെ വേറെ ബ്രാഞ്ച്, മെഡിസിനിൽ വേറെ ബ്രാഞ്ചിൽ എടുക്കണോ, അങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് പിന്നെ കാത്രീൻ വന്നതും ഹിപ്നോതെറപ്പി തുടങ്ങിയതും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ലൈഫ് മൊത്തം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇപ്പം നമുക്കും അറിയാം. എന്ന് വെച്ചാൽ 2-3 ബുക്ക് അദ്ദേഹത്തിൻ്റെ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അപ്പം ഹിസ് ഡെത്ത് വാസ് ഇമ്പോർട്ടൻറ്റ് ടു ബ്രിങ് യു പീസ് ആൻഡ് സെറിനിറ്റി ലേറ്റർ ത്രൂ യുവർ വർക്ക്. അതായത് ആ ഫസ്റ്റ് കൊച്ചിൻ്റെ മരണം ആണ് നിങ്ങളെ ഇത്രയും ഈ പാതയിൽ കൂടെ കൊണ്ടുവന്നത്. അതിന് ആ കൊച്ചിൻ്റെ മരണം ഒരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു എന്നാണ് നിങ്ങളുടെ മോൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ യാതൊരു കാരണം കൊണ്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. എങ്ങനെ? ഡോക്ടർ വെയ്സിനെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യാത്ത സീലിയാണ്. ആരെക്കുറിച്ചും അവിടെ വന്ന 800 ഫാമിലീസിനെ കുറിച്ചും സീലിയയ്ക്ക് യാതൊരു സംബന്ധവുമില്ല. ആരെയും പേഴ്സണലായിട്ട് അറിഞ്ഞുകൂടാ. ഇവർക്കിങ്ങനെ ഡൗൺലോഡ് ആവുന്നു, മെസ്സേജസ് ഇങ്ങനെ ഡൗൺലോഡ് ആവുന്നു. അത് ഇവർ വിളിച്ച് പറയുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഇത്രയും പറഞ്ഞോ, മോൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ സാധാരണ വോയിസിലാണ് പറഞ്ഞത്. അതിന് പിന്നെ ഇവരുടെ വോയിസ് അങ്ങ് മാറിയിട്ട് അവർ പറയുക, വളരെ സീരിയസ് ആയിട്ട് പറയുക, നിങ്ങളുടെ സ്പിരിച്വൽ വർക്ക്, ഇപ്പം നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ വർക്ക് വളരെ കറക്റ്റാണ്. നിങ്ങൾ മെഡിറ്റേഷനിൽ കൂടെ മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, അവരുടെ മെസ്സേജൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുന്നു, അതിനെ ബുക്കായിട്ട് എഴുതുന്നു, ലക്ഷം ആൾക്കാർ അത് വായിക്കുന്നു, അവർക്കെല്ലാം മനസ്സിനൊരു സമാധാനം കിട്ടുന്നു. ഇതാണ് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന സ്പിരിച്വൽ വർക്ക്. അത് വളരെ നല്ല കാര്യമാണ്. ഇതിനെ നിങ്ങൾ തുടർന്ന് ചെയ്യണം, നിങ്ങളതിനെ വിട്ടുകളയരുത് എന്നാണ് പറയുന്നത്. അതായത് അപ്പം സീലിയാസ് വേർഡ്സ് എൻറ്റേർഡ് മൈ മൈൻഡ് ആൻഡ് മൈ ഹാർട്ട്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലും കയറി മനസ്സിനെയും തട്ടി ആ വർത്താനം. മൂവിങ് ആൻഡ് ലൈഫ് ചേഞ്ചിങ് മെസ്സേജസ് ഫ്രം മൈ ഫാദർ ആൻഡ് മൈ സൺ ആഡം. അതായത് 17 വർഷത്തിന് മുമ്പെയാണ് ഫസ്റ്റ് കാത്രീനെ കണ്ടത്. ഈ കാത്രീൻ മുഖാന്തരമാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ച കാര്യം, മോൻ മരിച്ച കാര്യം, അതിൻ്റെ സന്ദേശം എല്ലാം ഇദ്ദേഹത്തിന് കിട്ടിയത്. അതിന് പിന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേ ഇങ്ങനെ വഴിമാറി ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള തളത്തിലോട്ട് പോയത്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പേഷ്യൻസ് തന്നെയാണ് ഇദ്ദേഹത്തിനെ കുറേ പാഠങ്ങൾ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പം അതുമാത്രമല്ല, ഇദ്ദേഹം ഇത്രയും ബുക്കൊക്കെ എഴുതി മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റാലും എല്ലാത്തിനും ഇദ്ദേഹത്തിനും എതിർപ്പുണ്ട്. അത്
ഇപ്പം എൻ്റെ വീട്ടിലായിരുന്നാലും അങ്ങനെയാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഒരു മുറിയിൽ ഒതുങ്ങിയിരുന്ന് ഏതോ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഇടുന്നു, ആളുകൾ കാണുന്നു, അതുവരെ സന്തോഷം. ഇതേ ഞാൻ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി 4 മീറ്റിംഗ് ഇട്ട് ഈ ബുക്കിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ എൻ്റെ വീട്ടുകാർക്ക് പോലും ഇഷ്ടപ്പെടത്തില്ല. അതുമാത്രമല്ല, നാട്ടുകാരുടെ അടുത്തുനിന്ന് ഇഷ്ടംപോലെ എതിർപ്പുകൾ വരും. അത് സ്വാഭാവികമാണ്. അത് അമേരിക്ക ആണെങ്കിലും ശരി, കൊഞ്ചറവിള മണക്കാടാണെങ്കിലും ശരി. ഇതിലൊരു ചെറിയ കാര്യം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാനാണ്. ഒരു 2-3 വർഷത്തിന് മുന്നേ ഞാൻ അതായത് കുഞ്ചറവിളയിൽ നിന്ന് തുടങ്ങാം. നമ്മൾ കുഞ്ചറവിളയിലാണല്ലോ എന്തായിരുന്നാലും സ്വന്തം വീട് വെച്ച് ഇവിടെ സെറ്റിലായി. ഓക്കെ, നമുക്ക് ഇവിടുന്ന് എൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മയൊക്കെ താമസിച്ച സ്ഥലം വന്ന് വഞ്ചിയൂറാണ്. എന്നാലും ഇവിടെ സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു. ശരി, നമുക്ക് കുഞ്ചറവിളയിൽ നിന്നേ നമ്മളുടെ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് തുടങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ ഒരു 10,000 നോട്ടീസ് അടിച്ചു. ഞാൻ തന്നെ നോട്ടീസ് അടിച്ച് ഞാൻ എന്തിനാണെന്ന് വെച്ചാൽ ആളുകൾക്ക് മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കാം, അതായത് ധ്യാനം എന്നുവെച്ചാൽ അപ്പോഴൊക്കെ ഞാൻ വളരെ അതിതീവ്രമായിട്ട് ധ്യാനത്തിലായിരുന്നു. ഈ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഗുരു യോഗീസ് രാജ സാർ പറയുന്നത് മനസ്സിനെ അടക്കണം, അതിന് ധ്യാനമാണ് ഒരു വഴി എന്ന് പറഞ്ഞ് ഞാൻ രാവിലെ മണിക്കൂറുകൾ ധ്യാനം ചെയ്യും, വൈകുന്നേരം മണിക്കൂറുകൾ ധ്യാനം ചെയ്യും. അങ്ങനെ ധ്യാനം എന്നായിരുന്നു എൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ആൾക്കാർക്കെല്ലാം ധ്യാനം പറഞ്ഞു കൊടുക്കണം. നമ്മളുടെ ആൾക്കാരെയെല്ലാം എത്ര പേരെ നന്നാക്കാൻ പറ്റുമോ അത്രയും പേരെ നന്നാക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ 10,000 നോട്ടീസ് അടിച്ച് ഒരു ദിവസം ഒരു ഓട്ടോയിനെ രാവിലെ എൻഗേജ് ചെയ്ത് അതായത് ഒരു തെരുവിൽ ഒരു സ്ട്രീറ്റിനകത്ത് പോകും, ഓട്ടോ അവിടെ നിൽക്കും. ഈ നോട്ടീസ് എടുത്ത് വീടായിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അപ്പം ഞാനിങ്ങനെ കെ വി പട്ടത്തെ റിട്ടയർഡ് പ്രിൻസിപ്പളാണ് എന്ന് പറയും. ആളുകൾ ഇത് നോട്ടീസ് കൊടുക്കുമ്പോഴേ മെഡിറ്റേഷനോ ധ്യാനമോ എന്ന് വെച്ചാൽ യോഗ അല്ലയോ? എല്ലാ വീടുകളിലും എനിക്ക് കിട്ടിയ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ധ്യാനം എന്ന് വെച്ചാൽ യോഗ അല്ലയോ? ധ്യാനം വേറെ യോഗ വേറെ എന്ന് പോലും തിരിച്ചറിവില്ലാത്ത ആൾക്കാരാണ് ഇവിടെ ഇത്രയും പേര് ഉള്ളത് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ അല്ല, ധ്യാനം വേറെ, മെഡിറ്റേഷൻ വേറെ, യോഗ വേറെ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ ഇത് പറഞ്ഞിട്ടേ കുറച്ച് എന്തുവാന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ഞാൻ ഇന്നാരാന്ന് പറയണ്ടേ? എന്നെക്കുറിച്ച് അറിഞ്ഞാലല്ലേ അവർ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയും, ഞാൻ ഇങ്ങനെ KV പട്ടത്തുനിന്ന് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ആയതാണ്. പ്രിൻസിപ്പളായിട്ട് റിട്ടയർ? അകത്ത് വരും മാഡം. അപ്പോഴത്തേക്ക് അവർക്ക് മുഖത്തിലൊരു മാറ്റമുണ്ട്. അകത്ത് വരും മാഡം, ഉടനെ കസേര എടുത്തിടുക, ഇരിക്കണം മാഡം എന്നൊക്കെ പറയും. പിന്നെ ഈ യോഗ വേറെ, ധ്യാനം വേറെ, ധ്യാനം ചെയ്യുന്നത് കൊണ്ടുള്ള നന്മകൾ, ഇതിനെക്കുറിച്ച് ഞാനൊരു ഫ്രീ ആയിട്ട് മീറ്റിംഗ് ഇടാനാണ്. അതായത് എൻ്റെ കൊഞ്ചറവിള NSS കരയോഗത്തിൽ ഒരു ഫ്രീ മീറ്റിംഗാണ് സൺഡേ രാവിലെ 10 മണിക്ക് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾ കാശൊന്നും തരണ്ട, വന്നാൽ മതി, ഞാൻ പറയുന്ന ഒന്ന് കേട്ടാൽ മതി എന്ന് പറഞ്ഞതാണ്. എൻ്റെ നോട്ടീസും കൊടുത്തു. ഒരുപാട് പേര് തീർച്ചയായിട്ടും വരാം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞായറാഴ്ച വന്നു. 9 മണിയായിട്ട് ഞാൻ 9 മണിക്കെല്ലാം വീട്ടിൽ നിന്ന് റെഡിയായി, നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അത് മനസ്സിനകത്തുള്ള ഒരു പ്യൂരിറ്റിയെ എൻ്റെ ഡ്രസ്സിലും കാണണം എന്നുള്ള രീതിയിൽ അവിടെ ഇത്രയ്ക്കും ഞാനായിട്ട് മൈക്കിൻ്റെ സെറ്റപ്പിന് കാശ് കൊടുത്തു, നോട്ടീസ് അടിക്കാൻ കാശ് കൊടുത്തു. ഓട്ടോയിൽ കുഞ്ചറവിള ഏരിയയിലുള്ള എല്ലാ വീടുകളിലും ഞാൻ കയറി ഇറങ്ങി പേഴ്സണലായിട്ട് ഈ ഓട്ടോയും വെച്ചുകൊണ്ട് വൈകുന്നേരം വരെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നോട്ടീസും കൊടുത്തിട്ട് ഞായറാഴ്ച വന്നപ്പോൾ ഞാനും ഇത്രയും പേര് നമ്മൾ കണ്ടു, എല്ലാവരും വരും എന്നുള്ള ഒരു ഇതിൽ പിന്നെ പേഴ്സണലായിട്ട് എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ മരുമോൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവരുടെ അടുത്തെല്ലാം ഞാൻ വിളിച്ചാണ് പറഞ്ഞത്. അവരുടെ ഒന്നും വീട്ടിൽ പോയില്ല. അവരെല്ലാവരും വന്നു. അവരെല്ലാവരും എന്ന് വെച്ചാൽ ഒരു 10-15 പേര് വന്നു. അല്ലാതെ NSS കരയോഗത്തിലെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഉണ്ട്. അല്ലാതെ ഈ മൈക്ക് വയ്ക്കുന്ന പയ്യനും ഉണ്ട്. വെളിയിൽ നിന്ന് ഒറ്റ ആൾ വന്നില്ല.
എത്ര കുടുംബങ്ങളുള്ളതാണ്. എല്ലാ വീട്ടിലും ഞാൻ പേഴ്സണലായിട്ട് പോയി കയറി ഇറങ്ങിയതാണ്. ഒരു മനുഷ്യർ വന്നില്ല. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്ന് വരെ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. അങ്ങനെ എനിക്ക് എതിരായിട്ട് ഇവിടെ പ്രവർത്തിക്കാനൊന്നും ആരുമില്ല. എല്ലാവർക്കും ഒരുവിധം എന്നെ അറിയാം. ടീച്ചറാണ്, KVയിലെ പ്രിൻസിപ്പളാണെന്നൊക്കെ എല്ലാവർക്കും എന്നെ അറിയാം. എന്നിട്ടും ഒറ്റ മനുഷ്യർ വന്നില്ല. അതാണ് നാട്ടിലെ സ്ഥിതിഗതി. അത് ഇപ്പം ഡോക്ടർ പറയുന്ന പോലെ എഴുതിയിരിക്കുന്ന പഠിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇത് കൊഞ്ചിറവള്ളിയിലും മണക്കാടും തിരുവനന്തപുരത്തും മാത്രമല്ല, അമേരിക്കയിൽ പോലും അദ്ദേഹത്തിന് എതിർപ്പുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും എഴുതിയിട്ടും അദ്ദേഹത്തിന് ഇഷ്ടം പോലെ അദ്ദേഹത്തിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. അതും അറിഞ്ഞുകൊണ്ടാണ് ഈ സീലിയ പറഞ്ഞത്, നിങ്ങൾ ഇതിനായിട്ട് വിഷമിക്കരുത്. നിങ്ങളുടെ ജോലി, നിങ്ങൾ ചെയ്യുന്ന ജോലി നല്ല ജോലിയാണ്. അത് നിങ്ങളുടെ ലോകത്തിനെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്യൂ. യു ഗോ ഹെഡ്. നിങ്ങളെ ആരും എതിർക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങളൊന്നും ചെയ്യരുത്, നിർത്തരുത്. അതായത് നിങ്ങളുടെ നല്ല ജോലിയെ നിർത്തരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ 800 പീപ്പിളും വന്നവർക്കെല്ലാം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ദിവസം ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, എന്നെ അവിടെ കൊണ്ടുപോയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ മുൻകൈ എടുത്തുകൊണ്ടാണ് എനിക്ക് സീലിയയെ കാണാൻ പറ്റിയത്, കുറച്ചെങ്കിലും സംസാരിക്കാൻ പറ്റിയതെന്ന്. അപ്പം സീലിയ അതായത് ഡോക്ടർ വെയ്സിനെ കൊണ്ടുപോയ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു, ഡോക്ടർ വെയ്സ് വന്നപ്പം ഇഷ്ടംപോലെ അവിടെ സ്പിരിറ്റ്സും ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഡോക്ടർ വെയ്സിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയണമെന്ന് ഒരുപാട് പേര് ഡോക്ടറെ ചുറ്റി നിന്നു. മോർ സ്പിരിറ്റ്സ് വെയർ ദെയർ ഫോർ മീ വെൻ ഐ വാസ് ഇൻ ദ റൂം വിത്ത് ഹെർ. അവരുടെ കൂടെ റൂമിൽ ഇരുന്നപ്പോൾ ഒരുപാട് സ്പിരിറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചാൽ അത് അവിടെ ഒരുപാട് ടെൻഷനായി പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മാത്രം അദ്ദേഹത്തിൻ്റെ മോൻ്റെ ആഡം എന്ന് പറയുന്ന മൂത്ത മോൻ്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടിൻ്റെ അടുത്ത് സീലിയ പറഞ്ഞതായിട്ട് ഇദ്ദേഹം ഫ്രണ്ടിനെ താങ്ക്സ് പറയാൻ വിളിച്ചപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഒരുപാട് സ്പിരിറ്റ്സ് ചുറ്റിയിൽ നിന്നെന്ന് ഡോക്ടർ വെയ്സിൻ്റെ അടുത്ത് പല സന്ദേശങ്ങൾ തരാനും വേണ്ടിയും പലത് പറയാനും വേണ്ടി. അപ്പം ഇതൊക്കെയാണ് ഈ സൈക്കിക് എബിലിറ്റീസ് ഉള്ളവരും മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നവരും ചെയ്യുന്ന കാര്യങ്ങൾ. അവർക്ക് ഇഷ്ടംപോലെ ഈ ആകാശിക് റെക്കോർഡ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. 800 കുടുംബങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. 800 കുടുംബങ്ങളും ഏതെങ്കിലും ഒരു രീതിയിൽ സാറ്റിസ്ഫൈഡാണ് പോയത് എന്ന് പറയുമ്പം ഇതൊക്കെ ഒരു എക്സ്ട്രാഡിനറി മെസ്സേജുകൾ തന്നെയാണ്. ഇതിൽ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇതേ ചാപ്റ്ററിൽ ഇനിയും കുറേ പറഞ്ഞിട്ടുണ്ട്. കുറേശ്ശെ നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് കാണാം. അപ്പോഴേ നിങ്ങൾക്കും കുറച്ച് പറയുമ്പോഴേ നിങ്ങൾക്കും ക്ലിയറായിട്ട് മനസ്സിലാകത്തുള്ളൂ. അതിനെ കുറച്ചും കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കി അതിനെ കേട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു പരീക്ഷയും എഴുതണ്ട, ഒരു ധൃതിയും ഇല്ല. നമ്മൾ സമാധാനമായിട്ട് കുറേശ്ശെയായിട്ട് പഠിച്ച് പോകാം. ഓക്കെ, താങ്ക് യു.